ഇന്ന് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ ഇത്തവണയെങ്കിലും പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. റവന്യൂ സബ്സിഡി, ജിഎസ്ടി നഷ്ടപരിഹാരം തുടങ്ങിയവയിൽ അടിയന്തര ഇടപെടൽ കേന്ദ്രത്തിനോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിലെങ്കിലും സംസ്ഥാനത്തിന് ആവശ്യമായ തുകയും പദ്ധതികളും അനുവദിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണ് സംസ്ഥാനം. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ബജറ്റിൽ ഇത്തവണയെങ്കിലും പരിഗണിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കേരളത്തിന്റെ വായ്പാ പരിധി ഉയർത്താൻ കേന്ദ്രത്തിനോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തിന് അവകാശപ്പെട്ട റവന്യൂ സബ്സിഡി, നിർത്തലാക്കിയ ജിഎസ്ടി നഷ്ടപരിഹാരം, കുടിശ്ശികയായ നഷ്ടപരിഹാരം തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. UGCയുടെ 7ാമത് ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള അധ്യാപകരുടെ ശമ്പള കുടിശ്ശിക, നെല്ല് സംഭരണത്തിൽ കുടിശ്ശികയായി കിടക്കുന്ന കേന്ദ്രവിഹിതം എന്നിവയിലും അടിയന്തര ഇടപെടൽ നടത്താൻ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 15ാം ധനകാര്യ കമ്മീഷൻ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തടസ്സപ്പെട്ട ഗ്രാന്റ് വിതരണത്തിലും കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഔട്ടർ റിംഗ് റോഡുകളുടെ സർവീസ് റോഡ് നിർമ്മാണ ചെലവ് NHAI വഹിക്കാൻ തയ്യാറാക്കണമെന്നും കേരളം ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. കേരളത്തിലേക്കുള്ള വിദേശ വിമാന ടിക്കറ്റ് നിരക്കുകളിൽ ഉണ്ടാകുന്ന വർധനവിലും കേന്ദ്രത്തിന്റെ ഇടപെടൽ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്ന് എല്ലാ തരത്തിലുമുള്ള അവഗണനയാണ് കേരളത്തിന് ഉണ്ടാകാറുള്ളത്. ഗ്രാന്റ്, സബ്സിഡി, വായ്പാ പരിധി, കടമെടുപ്പ് പരിധി തുടങ്ങി എല്ലാ തരത്തിലും കേന്ദ്രം സംസ്ഥാനത്തോട് അവഗണന തുടരുന്ന സാഹചര്യമാണ്. കേന്ദ്ര ബജറ്റിലെങ്കിലും സംസ്ഥാനത്തിനാവശ്യമായ തുകയും പദ്ധതികളും അനുവദിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.